ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോ ഇടുന്നത് നമ്മൾക്ക് 2 മാസം വെക്കേഷൻ ഉണ്ട്. നമ്മുടെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. പിന്നെ ക്ലാസ്സുള്ള ദിവസങ്ങളിൽ നമുക്ക് വീഡിയോ ഇടാൻ സമയം ഉണ്ടാവാറില്ല. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ കുറേ മാസങ്ങൾക്ക് ശേഷം പുതിയ വീഡിയോ ഇടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട പോലെ ഗോൾഡ് വിഷയങ്ങളൊക്കെ ലൈവാണ്. അപ്പോൾ ഇത് നമ്മുടെ അനിയൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അനിയ ഒരു ഹലോ പറഞ്ഞേ. ഹലോ. അപ്പോൾ നമ്മുടെ ഈ പഴയ ഫ്രിഡ്ജ് ബോക്സില്ലേ, അതിൽ നമ്മൾ കുറേ വരാലികൾ ഇട്ടിട്ടുണ്ടായി. അവരൊക്കെ എങ്ങനെയോ ഡെഡായി പോയി. കാരണം ഒരു വരാലും മറ്റേ വരാലിനും ഇട്ടണ്. അങ്ങനെ ആയിട്ട് ഇപ്പം നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ് നിറയെ ഗപ്പികളും പ്ലാറ്റുകളും ഇഷ്ടം പോലെ മീനുകൾ കൊണ്ട് നിറഞ്ഞേക്കാണ്. ഇപ്പം നമ്മളൊരു പ്ലാന്റ് ടാങ്ക് പോലെയാണ് നമ്മുടെ ഫ്രിഡ്ജ് ബോക്സ്. ആകെ വെള്ളമൊക്കെ ആകെ അവർ ഗ്രീൻ കളറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, ഇതാണ് കേട്ടോ ഇപ്പം നമ്മുടെ ഉള്ള ഫ്രിഡ്ജ് ബോക്സ്. ഇഷ്ടം പോലെ ഇതുകളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കാണാം. കുറച്ചടുത്തേക്ക് വന്നാൽ നമുക്ക് ഇഷ്ടം പോലെ മീനുകളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇഷ്ടം പോലെ കുഞ്ഞു മീനുകളെ നമുക്ക് ഇവിടെയൊക്കെ കാണാം. ഒക്കെ നമ്മൾ മേടിച്ച മീനുകളൊക്കെയാണ്. ഗൈസ്, പിന്നെ ഒരു കാര്യമുണ്ട്. നമ്മുടെ മുമ്പത്തെ വീഡിയോയിൽ നിങ്ങളൊന്നും കണ്ടിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഇഷ്ടം പോലെ മീനുകളെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഒക്കെ നമ്മൾ വഴിയെ വരുന്ന വീഡിയോകളിൽ കാണിച്ചു തരും. ഇപ്പം നമ്മൾ പുതിയതായിട്ട് പുലിവാഹനം മേടിച്ചിട്ടുണ്ട്. നമ്മുടെ വരാലികളെല്ലാവരും ചത്തുപോയ കാരണം നമ്മൾ പുതിയ പുലിവാഹനം മേടിച്ചിട്ടുണ്ട്. നമുക്ക് അവരെ കാണാൻ വേണ്ടി പോവാം ഗൈസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കിത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ കാണിച്ചു തരാം. പുലിവാഹക്കുട്ടൻ ഇവിടെ നിൽക്കുന്നത് കാണാൻ പറ്റണ്ടോ ഗൈസ്? ഇവിടെ നടക്കുന്നത് ചിലപ്പോൾ കാണാനൊക്കെ പറ്റും നിങ്ങൾക്ക്. കാരണം നമ്മുടെ വാട്ടർ അധികം ക്ലിയർ അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ശരിക്കും കാണാം. കണ്ടോ ഗൈസ്? നല്ല കൊണ്ടുവന്നപ്പോൾ ചെറുതായിരുന്നു. ഇപ്പം അത്യാവശ്യം സൈസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഗൈസ്, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കാരണം നമ്മളെ ഈ വെള്ളത്തിലൊരു മഞ്ഞ പാട വരുന്നുണ്ട്. അപ്പം അത് എന്താ വരാൻ കാരണം എന്ന് അറിയാവുന്നവരും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പം അതിനനുസരിച്ച് നമ്മൾ വെള്ളത്തിന് ഉള്ള ഇതുകളൊക്കെ ചെയ്തു കൊടുക്കും. നിങ്ങൾക്ക് അതിൻ്റെ കാരണം അറിയാവുന്നെങ്കിൽ ജസ്റ്റ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ മീനുകളെയൊക്കെ നമുക്ക് വരുന്ന